ശൂരനാട് ഗ്രാമത്തിൽ ഓണക്കാലം ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. ശാസ്താംകോട്ട പനംപെട്ടിയിൽ പോലീസുകാരനായ ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 40 സെന്റ് പുരയിടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി. ആഘോഷവേളകളിൽ പൂക്കൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് വഴികാട്ടിയായി ശൂരനാട് ഗ്രാമം. കേരള മണ്ണിന് അന്യമായിരുന്ന ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ പനപ്പെട്ടി വാർഡിൽ പോലീസുകാരനായ ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 40 സെന്റ് പുരയിടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. ചെണ്ടുമല്ലിയുടെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ 2 കളറിലുള്ള ജമന്തിയുടെ തൈയാണ് ഇപ്പോൾ ഇവിടെ നടുന്നത്. ഒരു 2 മാസ കാലയളവാണ് ഇതിൻ്റെ പറയുന്നൊരു പീരീഡ്. ഓണത്തിനോടടുപ്പിച്ച് നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഉത്സവ സമയങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന 2 തരം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഓണക്കാലം ലക്ഷ്യമിട്ടാണ് കൃഷിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ധാരാളം മഴ ലഭിക്കുന്നതും ഏറെ വെയിലേൽക്കാത്തതുമായ പ്രദേശത്താണ് ചെണ്ടുമല്ലി തഴച്ച് വളരാറുള്ളത്. അതിനാൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇതിന് അനുകൂലമല്ലെന്നായിരുന്നു പറയപ്പെടുന്നത്. എന്നാൽ പ്രത്യേക രീതിയിൽ ഭൂമിയൊരുക്കിയാണ് ശൂരനാട് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത്. 2000ഓളം തൈകളാണ് ആദ്യഘട്ടത്തിൽ നട്ടത്. ഭരണിക്കാവിൽ വർഷങ്ങളായി പൂക്കച്ചവടം നടത്തുന്ന ശ്രീലതയാണ് ആദ്യ തൈ നട്ട് സംരംഭം ഉദ്ഘാടനം ചെയ്തത്. 10-22 വർഷം കൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് പൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൂ കെട്ടിയാണ് നമുക്ക് ശീലമുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു കൃഷിയായിട്ട് തുടങ്ങാൻ എന്നെ വിളിച്ചു, ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഇതിന് നമുക്ക് ഓണത്തിന് ഇഷ്ടംപോലെ പൂവ് ഉണ്ടാവട്ടെ. പൊതുപ്രവർത്തകൻ ദിലീപ് ശാസ്താംകോട്ട, ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം സജികുമാർ, ശാസ്താംകോട്ട മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ പനപ്പെട്ടി, BJP മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മധുകുമാർ തുടങ്ങിയവർ തൈനടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചെണ്ടുമല്ലി പൂവിൻ്റെ കൃഷിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ്. നമ്മൾ കർണാടകത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള പൂക്കൾ ദിവസേന ലോഡ് കണക്കിന് പൂക്കളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ ക്ഷേത്ര ആവശ്യങ്ങൾക്കും അതുപോലെ മതപരമായ ചടങ്ങുകൾ, വിവാഹ ആവശ്യങ്ങൾ ഒക്കെ അതിനൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പൂക്കളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഓണം ഏകദേശം 2 മാസം കഴിയുമ്പോൾ ഓണം എത്തുകയാണ്. അപ്പോൾ അത്തപ്പൂക്കളം ഇടുന്നതിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ വ്യാപകമായി നമുക്ക് പൂക്കൃഷികൾ കേരളത്തിലില്ലെങ്കിലും പലയിടങ്ങളിലും ഇപ്പോൾ കുടുംബശ്രീകളും അതുപോലെ തന്നെ വ്യക്തിപരമായി കർഷകരുമൊക്കെ ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി, അതുപോലെ തന്നെ റോസ്, അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.